ധർമ്മേട്ട ഇത് ജിത്തു മൂവാറ്റുപുഴ. ദിസ് ഇസ് അനന്തകൃഷ്ണൻ. ജിത്തു എന്താ ചെയ്യണത്? ജിത്തു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഞാൻ ചാനലിലൊക്കെ മേക്കപ്പിൽ വർക്ക് ചെയ്യാണ്. അനന്തകൃഷ്ണൻ ഒരു സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അമ്മാവാ സമയം കൊടുക്കാറായില്ലേ? സമയം കൊടുക്കാം, കൊടുക്കാം. പൊലിക്ക് കറക്റ്റാണ്. ഞാൻ തുടങ്ങണം ആദ്യം? പിന്നെ ഞാനാണ് തുടങ്ങേണ്ടത്. ഞാൻ തുടങ്ങാം. ഓക്കെ, ഇന്ന് ആദ്യം പെർഫോം ചെയ്യുന്നത് ജിത്തു ചേട്ടനാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു നാടകം കളിച്ച കഥയാണ്. ഈ നാടകം കളിച്ച് നാടകം എഴുതുന്നത് എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ്റെ നാടകം എഴുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടമുള്ള വേഷം ഇടാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ നാടകത്തിലെ ക്യാരക്ടറൊക്കെ ഉണ്ടാക്കുന്നത്. ക്യാരക്ടർ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. പുള്ളിയുടെ വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാരൻ, ദുബായിൽ നിന്ന് വരുന്ന ആൾ, പണക്കാരനായിട്ടുള്ള മുതലാളി, അങ്ങനെ വേഷങ്ങളൊക്കെയാണ് പുള്ളിക്ക്. നമുക്ക് കിട്ടുന്ന വെച്ചാൽ പാടത്ത് പോകുന്ന ആൾ, അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ നമുക്ക് തരത്തുള്ളൂ. പുള്ളിക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വേഷം സ്റ്റേജിൽ വരണം, അതാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം. അങ്ങനെ ഒരു തവണ നാടകം കളിക്കുമ്പോൾ നാടകത്തിൽ പുള്ളിക്ക് വേഷം ബ്രണ്ണൻ സാഹിബാണ്. എൻ്റെ ചേട്ടൻ ബ്രണ്ണൻ സാഹിബ് ആയിക്കഴിഞ്ഞാലത്തെ ഒരു അവസ്ഥയ്ക്ക് എന്താണെന്ന് ഊഹിക്കാമല്ലോ. അപ്പോൾ പുള്ളി ബ്രണ്ണൻ സാഹിബിൻ്റെ വേഷമാണ്. ഞാൻ ഒരു ഖനിയിലെ തൊഴിലാളി നേതാവ്. എന്നെ ക്ലൈമാക്സിൽ ഈ ബ്രണ്ണൻ സാഹിബ് വെടിവെച്ച് കൊല്ലും. വെടിവെച്ച് കൊന്നിട്ട് പറയും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പ്രവർത്തിച്ച് നിന്നെ ഇത് വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഈ തോക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തോക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു പലക വെച്ച് തോക്കുണ്ടാക്കി ഈ എൻ്റെ നേരെ ചൂണ്ടിയിട്ട് വെടിവെക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഈ ബലൂണിനകത്ത് ബ്ലഡ് ഉണ്ട്. ആ ബ്ലഡ് ഞാൻ നെഞ്ചത്തടിച്ചിട്ട് എന്ന് പറഞ്ഞ് ഞാൻ മരിച്ചു വീണു. അപ്പോൾ ഈ സൗണ്ട് എഫക്റ്റിന് വേണ്ടിയിട്ട് ഒരു പടക്കം പൊട്ടിച്ച് പുറകിൽ നിടണം ഈ കാഞ്ചി വലിക്കുന്ന സമയത്ത്. അത് നമ്മുടെ ഒരു കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ 3 പടക്കം കൊടുത്തിട്ടുണ്ട്, പൊട്ടിയില്ലെങ്കിൽ അടുത്ത് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവൻ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പ്രവർത്തിച്ച് നിന്നെ ഇതാ ഞാൻ വെടിവെച്ച് കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടി കാഞ്ചി വലിച്ചു. ഇവൻ പടക്കം കത്തിച്ചിട്ടു, പക്ഷെ അത് പൊട്ടിയില്ല. വീണ്ടും എൻ്റെ ചേട്ടൻ നേരെ ചൂണ്ടി 2ാമത്തെ പടക്കം പൊട്ടിച്ചിട്ടു, അതും പൊട്ടിയില്ല. 3ാമത്തെ പടക്കം ഇട്ടിട്ടും 3ാമത്തെ പടക്കം പൊട്ടിയില്ല. അപ്പോൾ പടക്കം പൊട്ടായ ബ്രണ്ണൻ സാഹിബിന് മനസ്സിലായി ഇനി എന്തായാലും ഈ തൊഴിലാളി നേതാവിനെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ലെന്ന്. അപ്പോൾ പുള്ളി ഒരു നാടകമാണല്ലോ, പുള്ളി പെട്ടെന്നൊരു ഐഡിയ ഇടുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നിന്നെപ്പോലൊരു തൊഴിലാളിയെ കൊല്ലാൻ തിരകളില്ലടാ, നിനക്ക് ഈ തോക്കിൻ്റെ പാത്തി മതിയെന്ന്. എന്നിട്ട് ഈ തോക്കിൻ്റെ പാത്തിക്ക് എൻ്റെ തലയ്ക്കൊരടി. അപ്പോൾ എന്തായാലും എനിക്ക് സൗകര്യമായി, കാരണം ഈ വെടി കൊണ്ട് മരിക്കണമല്ലോ, എങ്കിലേ നാടകം തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ എൻ്റെ കയ്യിലുണ്ടാകുന്ന ബ്ലഡ് വേഗം തലയ്ക്ക് അടിച്ചിട്ട് എന്ന് പറഞ്ഞ് ഞാൻ താഴെ വീണ് മരിച്ചു. അപ്പോൾ ഈ കത്തിച്ചിട്ട 3 പടക്കം കൂടി പുറകിൽ കിടന്ന് ഠേ എന്നങ്ങ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ബ്രണ്ണൻ സാഹിബും പേടിച്ചു, ആൾക്കാരും ഒക്കെ പേടിച്ചു. എന്ത് ചെയ്യണമെന്നിപ്പോൾ പുള്ളിയുടെ ഡയലോഗ് പറയാണ്, നീ മരിച്ചാൽ നിന്നോടുള്ള ആദരസൂചകമായി 3 വെടി പൊട്ടിക്കാൻ ഞാൻ പട്ടാളക്കാരോട് പറഞ്ഞിരുന്നു, അവരത് ചെയ്തു. നമസ്കാരം ചേട്ടാ. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വട്ടത്തിനുള്ളിൽ കയറി വെക്കുമ്പോഴേ ഞങ്ങളെയൊക്കെ വിൽക്കാൻ വെച്ചേക്കണ പോലത്തെ ഒരു ഫീലാണ് ഇവിടെ. ഇതിൻ്റെ അടിയിലൊരു LED ബൾബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറക്കുവാണെങ്കിൽ നമ്മൾ ഈ ഷോറൂമിലൊക്കെ പ്രൊഡക്റ്റ് ഷോക്കേസിനൊക്കെ ഡിസ്പ്ലേക്ക് വിറ്റിട്ട് നിങ്ങളൊക്കെ ലേലം വിളിച്ചെടുക്കാതിരിക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. 2ാമത്തെ കാര്യം, ഈ ജോസ് പ്രകാശിൻ്റെ കോട്ടിട്ടിട്ടേ ഞാൻ പറയാൻ പോണതൊക്കെ കേൾക്കുമെന്ന്. വർക്കൗട്ട് ആയില്ലെങ്കിലേ കോട്ടിന് പറയാലോ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞാൻ ഈ അടുത്ത് എഴുത്തിലേക്ക് തിരിച്ചു വന്നു. എന്ന് വെച്ചാൽ പണ്ട് ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു കേട്ടോ. ഈ എഴുതി ഞാൻ കുറേ കഥകൾ എഴുതി ചേട്ടാ. അപ്പോൾ ഈ കഥകൾ വിൽക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ കഥ എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ മലമേടുകളിൽ നടക്കുന്ന ഒരു ശാന്തസുന്ദരമായ കഥയാണ്. എണ്ണത്തോണിയിലെ കണ്ണപ്പനുണ്ണി. ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ്. സീരിയസ് മിസ്റ്ററി ത്രില്ലറാണ്. ഈ വയനാട്ടിലെ മലമേടുകളിൽ നിന്ന് കണ്ണപ്പനുണ്ണി എന്ന നമ്മ നായകൻ ഒരു ദിവസം ചുരം ഇറങ്ങി ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ണപ്പനുണ്ണി എന്താണ് കാണുന്നത്? ഒരു വ്യൂ കണ്ടാൽ ഫോട്ടോ എടുക്കണം, ഫോട്ടോ എടുക്കുന്നു. കണ്ണപ്പനുണ്ണി നീങ്ങി ആ അറ്റത്തേക്ക് ചെന്നപ്പോൾ ഒരു പഴത്തൊലി ചവിട്ടി കൊക്കയിൽ വീണു. എന്താന്നല്ലേ? ചത്തില്ല. ഇവിടെയാണ് ഇന്ത്യൻ സിനിമ കാണാത്ത ഒരു ട്വിസ്റ്റ്. ഒരു മൂപ്പൻ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകും. അപ്പം ഈ മൂപ്പൻ കണ്ണപ്പനുണ്ണിയെ രക്ഷിച്ചുകൊണ്ട് ഒരു എണ്ണത്തോണിയിലേക്ക് കൊണ്ടിടുകയാണ്. പച്ചിലകളുടെ മാജിക്കിൻ്റെ ആറാട്ട് കൊണ്ട് ചെറിയ മുള്ളുകൾ കൊണ്ടുണ്ടായ നോവുകൾ പോലും മാറ്റുന്ന നമ്മുടെ മൂപ്പൻ കണ്ണപ്പനുണ്ണിയെ എണ്ണത്തോണിയിലിട്ടു. കണ്ണപ്പനുണ്ണി അവിടുത്തെ ഗ്ലിങ്കോച്ചയായിട്ട് അങ്ങോട്ട് തീരുമാനിക്കുവാണ്. അപ്പോൾ കണ്ണപ്പനുണ്ണി വിചാരിച്ച് എന്തോ ദൈവമാക്കിയിരുന്നു. 3-4 ദിവസം പുള്ളി സുഖ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഇതിലേക്ക് പോവുമായിരുന്നു. ഒരു 8 ദിവസമായപ്പോൾ പുള്ളി എന്താ മനസ്സിലാക്കി തരുമോ? ഇത് നേപ്പാളിലെ റിംബോച്ചയല്ല, വയനാട്ടിലെ ഗ്ലിങ്കോച്ചയാണ്. 10 ദിവസം കഴിഞ്ഞാലേ അവരുടെ ദൈവത്തിന് ഇയാളെ കഴുത്തറുത്ത് ബലി കൊടുക്കും. അപ്പം കണ്ണപ്പനുണ്ണി ഇത് മനസ്സിലാക്കി ഈ എണ്ണത്തോണിയോടെ എടുത്ത് പുഴയിലേക്ക് അങ്ങ് ചാടുകയാണ്. എന്നിട്ട് പുള്ളി രക്ഷപ്പെട്ട് പോവുകയാണ്. ഹൊയ് അങ്ങനെ രക്ഷപ്പെട്ട് പോകുമ്പോൾ നമ്മൾ ടൈറ്റിൽ പതുക്കെ കയറ്റി വിടും കേട്ടോ. എന്താണെന്നറിയാം? എണ്ണത്തോണിയിലെ കണ്ണപ്പനുണ്ണി.
ചേട്ടൻ ഈ കഥ വേണം, കഥ ഞാൻ വിൽക്കുകയാണ്. മാമ ക്ലൈമാക്സ് ഒന്ന് പറഞ്ഞു. ആ പറഞ്ഞോ. ചേട്ടൻ ഞാൻ ഒരു 150 രൂപയും ഷവർമയും തന്നാൽ ഇത് ഞാൻ വിറ്റേക്കാം. ചേട്ടൻ എടുക്കുന്നു. വേണ്ടെങ്കിൽ വേറെ തരാം. 110 ഷവർമയാണ്. വേറൊരു കഥയുണ്ട്, സൈഫൈ ത്രില്ലർ. ധർമ്മനം എടുത്തേക്ക്, അവൻ എടുത്തോളും. ചേട്ടൻ ഞാൻ സൈഫൈ ത്രില്ലർ വെക്കാം. ഇത് ഹോളിവുഡ് വനാന്തരങ്ങളിലെ ഈരാറ്റുപേട്ടയിൽ ഒരു കുഞ്ഞു കൊച്ചിൻ്റെ കഥയാണ്. കൃഷ്ണമണിക്ക് എന്തിന് കിങ്ങിണി. എടുക്കുന്നോ? ഓക്കെ, വീണ്ടും ജിത്തു ചേട്ടാ. എൻ്റെ ഒരു ആശാനുണ്ട് മേക്കപ്പില്ലേ, അദ്ദേഹം ഇപ്പോൾ സിനിമയിലൊക്കെ ഉള്ള അത്യാവശ്യം കൊള്ളാവുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പുള്ളിക്ക് ഒരു അവാർഡ് കിട്ടി. അധികം അവാർഡൊന്നും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്, കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് പോലുള്ള ഒരു അവാർഡ് കിട്ടി. അപ്പോൾ അവാർഡ് കിട്ടിയതിന് ശേഷം ഇത് വലിയ വാർത്തയൊന്നും ആയില്ല. പുള്ളിയുടെ ഏതോ മാസികയിലൊക്കെ അടിച്ചു വരിക ചെയ്തു പടമൊക്കെ. പക്ഷേ ഇത് ആരും ചോദിക്കുന്നില്ല, ഇങ്ങനെ ഒരു അവാർഡിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ടീമോ ആരും ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ പുള്ളിയും ആ മാസികയിലെ പടം വെട്ടി ഈ മേക്കപ്പ് ബോക്സിനകത്ത് ഒട്ടിച്ച് വെച്ചു. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ ആർട്ടിസ്റ്റോ കാണുമല്ലോ. അപ്പോൾ ആദ്യമൊക്കെ 1-2 പേര് ചോദിച്ചു, പിന്നെ ഇതിൻ്റെ കാര്യം ചോദിക്കുന്നില്ല. പുള്ളിക്ക് ആകെ ഒരു നിരാശയായി. ഈ അവാർഡ് കിട്ടിയ കാര്യം ആരെങ്കിലും ഒന്ന് അറിയണമല്ലോ. പിന്നെ പുള്ളി ഈ മേക്കപ്പ് ചെയ്യാനായിട്ട് ആർട്ടിസ്റ്റ് വന്നിരുന്നു കഴിഞ്ഞാൽ പുള്ളി വേഗം തന്നെ ഭയങ്കര നടുവേദന. അപ്പോൾ ചോദിച്ചു, എന്ത് പറ്റി ചേട്ടാ? അതാ ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയ പിന്നെ നടുവിന് ഭയങ്കര ഒരു വിലക്കവും. അങ്ങനെ പിന്നെ എൻ്റെ നാട്ടിലൊരു കൂട്ടുകാരുണ്ട്. പുള്ളിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞില്ല, കുറേ പെണ്ണുങ്ങളൊക്കെ കണ്ടു കിടന്നു. പക്ഷേ കല്യാണം അങ്ങനെ ഒന്നും ആയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു കല്യാണം ആവാത്തതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ പെണ്ണുങ്ങളോടൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കില്ല, കുറച്ച് റൊമാൻറ്റിക് ആയാലാണ് ഈ പെൺകുട്ടികൾക്കൊരു ഇഷ്ടം തോന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരു പെണ്ണ് കാണാൻ പോയി. ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കൊടുത്തേടാ, ആ പെണ്ണിനൊന്ന് ഇമ്പ്രസ് ആക്കാൻ വേണ്ടി ഒന്ന് റൊമാൻറ്റിക് ആവണം, റൊമാൻറ്റിക് ആയാലും അവർക്കൊക്കെ ഒരു താല്പര്യം തോന്നുള്ളൂ. അങ്ങനെ ഈ അച്ഛനും അമ്മയും ഇവനും കൂടി വീട് കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പോൾ ഇവൻ മനസ്സിൽ തീരുമാനിക്കുകയാണ് ഇന്നൊന്ന് റൊമാൻറ്റിക് ആവണം, റൊമാൻറ്റിക്കായിട്ട് ആ പെണ്ണിനൊന്ന് ഇമ്പ്രസ് ചെയ്യണം. അപ്പോൾ പുള്ളി തലേ ദിവസം ഒരു സിനിമയിലെ ഒരു പാട്ട് ചിത്രഗീതത്തിൽ കണ്ടു. ഈ ഒരു നായികനെ കൊണ്ടുവന്ന് ഈ മരത്തിന് കീഴ് നിർത്തിയിട്ട് ഇങ്ങനെ കുലുക്കുമ്പോൾ ഇതിൽ നിന്ന് മഴവെള്ളം ഇങ്ങനെ നായികയുടെ ശരീരത്തേക്ക് ചാടും. അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് സീൻ പുള്ളി മനസ്സിൽ കണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ആദ്യം പെണ്ണാണ് പോയപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചാമ്പയുണ്ട്. അപ്പോൾ അതിൽ ചെറിയ മഞ്ഞുവെള്ളമൊക്കെ കാണും. അങ്ങനെ പെണ്ണ് രണ്ടാമത് ചെന്നു. പെണ്ണും ചെറുങ്ങനെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവൻ പെണ്ണിനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഈ ചാമ്പയുടെ ചോട്ടിൽ കൊണ്ട് നിർത്തി. അപ്പോൾ ചെറിയ മഴ പെയ്തിട്ട് ഇങ്ങനെ മഴത്തുള്ളികളൊക്കെ ഇതിൻ്റെ മേലെയുണ്ട്. പുള്ളി റൊമാൻറ്റിക്കായിട്ട് ഈ ചാമ്പയിൽ പിടിച്ച് ഒരു കുലുക്കുമ്പോൾ കുറച്ച് മഴവെള്ളം വീണു, 1500 ചാമ്പങ്ങയും വീണു, കൂടാതെ 2 മിസറിൻ്റെ കൂട് പെണ്ണിൻ്റെ തല വഴി വീണിട്ട് കണ്ണിലും മൂക്കിലും ഒക്കെ കടിച്ചു. പിന്നെ ഞങ്ങൾ ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ അവളെ ഒന്ന് റൊമാൻറ്റിക് ആക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറയാം, ഒത്തിരി രീതിയിൽ റൊമാൻറ്റിക് ആക്കണം കണ്ടിട്ടുണ്ട്, പക്ഷേ ഉറുമ്പിനെ വിട്ട് കടുപ്പിച്ച് റൊമാൻറ്റിക് ആക്കണം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ, ഓൺ ടൈം ആയിരുന്നു. വെരി ഗുഡ്. ഇനി അനന്തകൃഷ്ണൻ. അപ്പോൾ ചേട്ടാ, ഞാൻ എഴുത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ എഴുത്തിൽ പടർന്ന് പന്തലിക്കാതെ പോയത് എന്താണെന്നറിയോ? എൻ്റെ മാഷന്മാരാണ് എന്നെ സ്കൂളിൽ പഠിപ്പിച്ചത്. ഒന്നാമത്തെ ആൾ എന്നെ ചരിത്രം പഠിപ്പിച്ച സാറ്. ഈ സാറെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒന്നും അറിയില്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കില്ലേ? ഈ പരിപാടി പുള്ളി പണ്ട് പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും. പുള്ളിക്ക് കറക്റ്റ് പുസ്തകമൊന്നും വേണമെന്നില്ല. പുള്ളി ഏതെങ്കിലും പുസ്തകം എടുക്കും, എന്നിട്ട് നമുക്ക് പറ്റിയൊരു ഉത്തരം കണ്ടുപിടിച്ച് തരും. അങ്ങനെ ഒരു ദിവസം ഈ ചരിത്രം പഠിക്കുന്ന സാറ് നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി ഇങ്ങനെ പഠിപ്പിച്ച് വന്നിട്ട് തുലാമഴയിൽ മകരമഞ്ഞിൽ പമ്മി മെല്ലെ മെല്ലെ അവൾ വന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു, സാറേ ഇന്നലെ ഷാജഹാൻ്റെ ചരിത്രം കണ്ടല്ലേ പഠിപ്പിച്ചതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എടേ ഇത് ലവ് സ്റ്റോറിയാടേ, ഇത് പ്രണയകാവ്യമല്ലേ, ഞാനിതൊന്ന് പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് നീ പറയാന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു വന്നു, പമ്മി മെല്ലെ മെല്ലെ അവൾ വന്നു, എന്നിട്ട് അവൾ പറഞ്ഞു, തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ടാവേ ഗോപുന്ന്. അപ്പം ഏത് പുള്ളി ലേബലൊട്ടിച്ച് പൊതിച്ചോട്ട് വന്നത് മുത്തുച്ചിപ്പിയെ കണ്ട. ഈ സാറും ഞാനും കട്ട ഫ്രണ്ട്സ് ആവാൻ കാരണം ഈ സാറിൻ്റെ മകനാണ്. ഈ സാറിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ മാതൃകയാണ്. ഞാനൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പം ഈ പുള്ളി നമ്മളൊക്കെ ഇപ്പം ഒരു 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം, എങ്ങോട്ട് പോകണം, ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ എല്ലാം കൃത്യമായിരിക്കും, ഒക്കെ അച്ചട്ടായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോയിരിക്കും. ഒരു ദിവസം ഞാൻ ഈ പുള്ളി കണ്ടപ്പോൾ ചോദിച്ചു, ഇതെങ്ങനെയാണിത്, നമുക്കൊക്കെ ഒരു തീരുമാനം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. നമുക്കറിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് എൻ്റെ മാമനുണ്ട്, ഈ സാറിൻ്റെ അനിയനാണ്, പുള്ളിയാണ് എൻ്റെ റോൾ മോഡൽ, പുള്ളീനെ നോക്കിയിട്ടാണ് ഞാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ മാമനെ അറിയാം, ഇയാൾ പക്ക ഓർഗനൈസ്ഡാണ്, എല്ലാത്തിലും സക്സസ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് കാര്യം കണ്ടിട്ടാണ്, എങ്ങനെയാണ് ഇൻസ്പിറേഷൻ കിട്ടിയത്? ഈ പുള്ളി 7ാം ക്ലാസ്സിൽ തീരുമാനിച്ചു ഞാൻ കൊമേഴ്സ് എടുക്കുകയുള്ളൂ, ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇൻസ്പിറേഷൻ കിട്ടിയത്? പുള്ളി പറഞ്ഞു, അല്ല മാമൻ അടിപൊളിയാണ്, മാമൻ കൊമേഴ്സ് എടുത്തു, ഇനി ഞാനും കൂടെ കൊമേഴ്സ് എടുക്കണം, ആ പുസ്തകമൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന്. പിന്നെ എനിക്കൊരു PT മാഷുണ്ട്. ഈ PT മാഷൻ ഭയങ്കര മസിലൊക്കെ ഉള്ള എല്ലായിടത്തും ഉള്ള ഒരു ടൈപ്പ് സാറാണ്, പക്ഷേ ആൾ മണ്ടനാണ്. അപ്പോൾ ഈ അടുത്ത് PT ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയില്ലേ. അപ്പോൾ പുള്ളി ഒരു പരിപാടി ഒപ്പിച്ച് എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിൽ PT പീരീഡ് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാമെന്ന്. മോട്ടിവേഷൻ ക്ലാസ് എടുക്കും പുള്ളി ഓൺലൈനിൽ വരും, എന്നിട്ട്
ശ്വാസം എടുക്കടാ, ഇരിക്കടാ, എണീക്കടാ, കാല് തലയിലോക്കട, ഇങ്ങനെയൊക്കെ പറയും. എന്നിട്ട് പുള്ളി ഒരു ദിവസം ഇങ്ങനെ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു, ഇന്ന് പഠിപ്പിച്ചാൽ എന്തെങ്കിലും സംശയമുണ്ടോ മക്കളെ ചോദിക്കടാ എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ ചോദിക്കുകയാണ്, സാറേ ഇടയ്ക്ക് കാപ്പിയായിട്ട് വന്നത് ഭാര്യയാണോ മോളാണോ? ജിത്തുവും അനന്തകൃഷ്ണനും ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ആത്മവിശ്വാസക്കുറവുണ്ട് രണ്ടുപേരും. നമ്മുടെ ഫണ്ട്സ് പോണ ടൈമിൽ ഫണ്ണാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും ഷൂട്ടിംഗ് ഉണ്ട്, മത്സരിക്കണം എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് നല്ല ഫണ്ണ് കഥകൾ തിരഞ്ഞ് എടുത്തു കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും എൻ്റെ ഒരു മോശമൊക്കെ ഇല്ല, പക്ഷേ കുറേ കൂടി മെച്ചപ്പെടാനുണ്ട്. ഓക്കെ ഓക്കെ രമേശ് ചേട്ടാ. ഇത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകടനങ്ങളാണ് രണ്ടുപേരുടെയും. അതിൽ ലാസ്റ്റ് ഓവറിൽ ഒരു 6 അടിച്ചു എന്ന് പറഞ്ഞ പോലെ മറ്റേ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സാറിൻ്റെ കഥ നല്ലതായിരുന്നു. പക്ഷേ ആദ്യത്തെ 2.5 മിനിറ്റിനകത്ത് എണ്ണത്തോണി ആ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിലും അത് മറ്റൊരു സിനിമാ കഥയുടെ സ്പൂഫായിട്ടാണ് വന്നത്. അദ്ദേഹം രണ്ടും അദ്ദേഹത്തിന് അറിയാവുന്ന തൊഴിൽ മേഖലകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള 2 തമാശകളാണ് ജിത്തു പറഞ്ഞത്. എനിക്ക് ഇന്നത്തെ പ്രകടനത്തിൽ പെട്ടെന്ന് വന്ന് കൂടുതൽ ഞാൻ പെട്ടെന്ന് ചിരിച്ചു പോയത് ജിത്തുവിൻ്റെ പ്രകടനങ്ങൾ കണ്ടിട്ടാണ്. അപ്പം ഇന്ന് 1-മൻ ജിത്തുവും 2-മൻ അനന്തകൃഷ്ണനുമായിട്ട് പ്രഖ്യാപിക്കും. കേശവ മാമ എന്ത് തോന്നി കാര്യങ്ങൾ? അല്ല, ഇവർ രണ്ടുപേരും പ്രകടനം എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്ത ധ്രുവങ്ങളിലാണെന്നുള്ളൂ. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു വരിക സംഭവം. ഇവർ ഞെട്ടിച്ച് ശരിക്കും തന്നെ. ഇതുപോലെ ഞാൻ കുട്ടേട്ടൻ്റെ സൗണ്ട് അനുകരിച്ച് ഞെട്ടിച്ചൊരു കഥയുണ്ട്. ഏത് കുട്ടേട്ടൻ? കുട്ടേട്ടൻ അറിയില്ല? മുന്നേ അറിയില്ലേ? അല്ല, എനിക്കറിയാവുന്ന കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ ചേട്ടനാണ്. അത് തന്നെ, ആ വിജയരാഘവൻ്റെ കാര്യം ഞാൻ പറയണ. ഞാൻ കുട്ടേട്ടെന്ന് വിളിക്കണം. ഇത് ചില ആൾക്കാർ പരിചയത്തിന്റെ പുറത്താണ് വിജയരാജന്റെ കുട്ടേട്ടെന്ന് വിളിക്കുന്നത്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സിനിമയായിട്ടൊന്നും കാര്യമായിട്ട് ബന്ധമില്ലാത്ത ഒരാളായിട്ട് പോയി ഞങ്ങൾ സിനിമ കണ്ടിട്ട് വരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അമ്പിളിച്ചേട്ടൻ നന്നായി എന്നൊക്കെ പറയുള്ളൂ. അന്നേ പുള്ളി ജഗതി ശ്രീകുമാർ എന്നൊന്നും പറയാൻ റെഡിയല്ല. എന്താ നീ കഥ പറഞ്ഞ എന്റെ കഥ മൂടിക്കളയല്ല. ഇല്ല 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 ശരി. എന്താണ് നിങ്ങൾ എന്താണ് കുട്ടേട്ടൻ എന്ത് ചെയ്തു? നിങ്ങൾ പുള്ള സൗണ്ട് ഞാൻ പുള്ള മുമ്പിൽ ഒരു ഫംഗ്ഷനെ അവതരിപ്പിച്ചിട്ട് പുള്ളിനെ ഞെട്ടിച്ച് ഞാൻ. ആണോ? പുള്ളി പറഞ്ഞത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് മാമ, പക്ഷെ ഇത്തരം ഡിറ്റോട്ടൊരു സാധനം ഞാൻ ചെയ്തു. അയ്യോ അങ്ങനെയാണ്. അതൊന്നും ഞങ്ങൾ സാധാരണ ഈ പരിപാടിയിൽ മിമിക്രി അധികം അവതരിപ്പിക്കാറില്ല. എങ്കിലും ഒന്ന് കേൾപ്പിക്കാമോ? നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാം. ഒരുപാട് നിർബന്ധിക്കൂല, പെട്ടെന്ന് എടുത്താൽ അത് എടുക്കാം. ആ, നിങ്ങൾക്കൊന്നും കേൾക്കണ്ടേ? ഒന്ന് കൈയടിക്ക്. അപ്പൊ കൂട്ടാ ഒരു കല്യാണമൊക്കെ കഴിക്കണം കേട്ടോ, ഒരു മാരേജ് കഴിക്കണം, ഒരു വിവാഹം കഴിക്കണം കേട്ടോ. ദിനേശ കൊല്ലണ്ട. പറഞ്ഞു കഴിഞ്ഞതും കുട്ടിയുടെ കെട്ടി അങ്ങോട്ട് പിടിച്ച് കൊല്ലാനായിരിക്കും. അപ്പോഴും ഞാൻ പറഞ്ഞു കൊല്ലണ്ട എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് കഴുത്തിന് ഇറുക്കി പിടിച്ച്. അപ്പോഴും ഞാൻ പറഞ്ഞു കൊല്ലണ്ട. പിന്നെ എന്നോട് മുറുക്കി. അപ്പോഴും ഞാൻ പറഞ്ഞു കൊല്ലണ്ട. അല്ല, പുള്ളി അത്രയും മുറുക്കി പിടിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുകരിക്കുന്നത് നിർത്തിക്കൂടെ? അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ ഞെക്കി പിടിച്ചത്. ഞാൻ അനുകരിച്ചല്ലെന്ന്. ഈ പുള്ളി എന്നെ കഴുത്തിന് മുറുക്കിയപ്പോൾ ഞാൻ എന്നെ ഇനി കൊല്ലണ്ടെന്നാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞത്. ആ അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പിന്നെ ശബ്ദം അനുകരിക്കാതെ നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞാൽ പോരെ കൊല്ലണ്ടെന്നുള്ളത്? എന്റെ പിഷാരടി കഴുത്തിന് മുറുക്കി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുടെ ശബ്ദമാണ് മാറിപ്പോകുന്നത്? ആ അങ്ങനെ സൗണ്ട് മാറിയതാ. അല്ല മാമന്റെ പാട്ടൊക്കെ ഞാൻ കേട്ട് ഭയങ്കര വൈറലൊക്കെ ആയിരുന്നു. മാനത്ത് തുറക്കണ കാക്കയും സംഭവങ്ങളൊക്കെ കേട്ട് ഒരു പാട്ടും കൂടി കേൾക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, പ്രേക്ഷകർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാ. പാടാം. ഞാൻ ഇവിടെ പാടാൻ പോണത് ഒരു പൂക്കച്ചവടക്കാരന്റെ മദ്യപാനത്തിന് കിട്ടിയ ശിക്ഷ. ഓ ഗംഭീരാവും. എൻ വീട്ട് തോട്ടത്തില പൂവെല്ലാം പറിച്ചെടുത്ത പൂവ് മൊത്തം മാർക്കറ്റിൽ കൊടുത്തു കിട്ടിയ കാശ് മൊത്തം വിബ്രേജിൽ കൊടുത്തട്ടാ. അവനിപ്പം ലിവർ സിറോസടാ. ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഈ സ്നേഹ സമ്മാനം ലഭിക്കുവാണ്. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് നൽകുന്ന ഈ ക്യാഷ് പ്രൈസ് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും ധർമ്മേട്ടനെയും വിളിക്കുന്നു. ഫസ്റ്റ് പ്ലേസ് ലഭിച്ചിരിക്കുന്നത് ജിത്തു ചേട്ടനാണ്. കൺഗ്രാറ്റുലേഷൻസ്. And this is for Ananda Krishnan. Congratulations, Ananda. Super.